Hello everyone, welcome to Nafi the Educator. It's me, Nafi. ഇപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ്സായി ഇക്കൊല്ലം ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നൊരു വീഡിയോ ആണ്. മാക്സിമം 9ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ ഇല്ലയോ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരൊരു കാര്യം, നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ, ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം പറയാൻ പോകുന്ന കാര്യം, 8ാം ക്ലാസ്സിലെ പോലെ തന്നെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലും ഓൾ പാസ് ഇല്ല. 9ാം ക്ലാസ്സിലും ഓൾ പാസ് ഇല്ല. 9ാം ക്ലാസ്സിലും ഓൾ പാസ് ഇല്ല. അതായത് നിങ്ങൾ എക്സാം എഴുതി 30% മാർക്ക്, നിങ്ങളുടെ റിട്ടേൺ എക്സാം, നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 24 മാർക്കും 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 12 മാർക്കും എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ 80 മാർക്കിൻ്റെ സബ്ജക്റ്റോ? യെസ്, ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് 3 സബ്ജക്റ്റുകൾ 80 മാർക്കിലേക്ക് മാറാണ്. മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഈ 3 സബ്ജക്റ്റുകളും 80 മാർക്കിലേക്ക് മാറാണ്. അത് 80 മാർക്ക്, 80 മാർക്കിലേക്ക് എന്താണ് ആ ഒരു 3 സബ്ജക്റ്റ് മാറാണ്. ആ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 24 മാർക്ക് നേടിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാൻ പറ്റുള്ളൂ. ഇനി ബാക്കി സബ്ജക്റ്റൊക്കെ 40 മാർക്കിനാകുമ്പോൾ നിങ്ങളുടെ ബേസിക് സയൻസ് എന്ന് കഴിഞ്ഞ ഒറ്റ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സെപ്പറേറ്റ് സബ്ജക്റ്റാണ്. ഫിസിക്സ് 40 മാർക്കിന്, ബയോളജി 40 മാർക്കിന്, കെമിസ്ട്രി 40 മാർക്കിന്. ഇത് 3 സെപ്പറേറ്റ് സബ്ജക്റ്റ് ആവുകയാണ്. ഓരോ സബ്ജക്റ്റും 40 മാർക്കിന്. ഇത് ആ 40 മാർക്കിൽ നിങ്ങൾ 12 മാർക്ക് നേടിയെടുത്തിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20% ക്വസ്റ്റ്യൻസ് എബവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ 80 മാർക്കിനാണ്. ആ 80 മാർക്കിനുള്ള ചോദ്യങ്ങളിൽ 16 മാർക്കിനുള്ള ചോദ്യങ്ങൾ എബവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എബവ് ആവറേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ. എന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിക്കുന്ന കുട്ടിക്ക് ആ 16 മാർക്കിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. 40 ആണെങ്കിൽ 8 മാർക്കിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. സ്ഥിരമായി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ 80-ൽ 16 മാർക്കിൻ്റെ ചോദ്യങ്ങളും 40-ൽ 8 മാർക്കിൻ്റെ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടണമെങ്കിൽ, മികച്ച മാർക്കോടുകൂടി 10ാം ക്ലാസ്സിലേക്ക് പാസ്സാവണമെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. എക്സാമിന് 2 ദിവസം മാത്രം മുമ്പ് പഠിച്ചുകൊണ്ട് കാര്യമില്ല. എക്സാമിന് 3 ദിവസം മുന്നേ മാത്രം കൊണ്ട് പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ആഴ്ചയിൽ 4 ദിവസം 2 മണിക്കൂർ വെച്ചെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. ഇല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നിങ്ങൾ കുറേ ആൾക്കാർ സേ എക്സാം എഴുതിയിട്ടുണ്ട്. അതേപോലെ 9ാം ക്ലാസ്സിലും നിങ്ങൾ സേ എക്സാം എഴുതേണ്ടി വരും. കാരണം 30% മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. അപ്പം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തുടക്കം മുതലേ ഈസിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ സെറ്റാക്കി പറ്റും. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവുക, നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാവുക, നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരുന്നുള്ളൊരു കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ എൻ്റെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ 7ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് 9ാം ക്ലാസ്സിൽ ആരൊക്കെ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.